കഴിഞ്ഞൊരു കുറച്ച് ദശാബ്ദങ്ങളുടെ കാര്യം എടുത്തൊരു 3 ദശാബ്ദം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അമേരിക്ക ഈ രീതിയിൽ ഭരണമാറ്റത്തിന് ശ്രമിച്ച 3 രാജ്യങ്ങൾ, ഒന്ന് ഇറാഖ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ, മറ്റൊന്ന് ലിബിയ, ഈ 3 രാജ്യങ്ങളിലും അത് സാധ്യമാക്കിയത് നമുക്ക് ഈ പറയുന്ന പോലെ രക്തരൂക്ഷിതമായ യുദ്ധത്തിലൂടെയാണ്. പക്ഷെ എന്നിട്ടും അതിന്റെ ഫലം ഈ പറയുന്ന പോലെ അട്ടർ ഫെയിലിയർ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അതുപോലെ ഇപ്പോൾ ഇതാ മറ്റൊന്ന് ഉന്നം വെക്കുകയാണ് വീണ്ടും അമേരിക്ക, അത് ഇറാനാണ്. ഇറാനിൽ ഈ പറയുന്നത് പോലെ കുറേ നാളുകളായി ശ്രമിക്കുന്നു, ആ ഭരണമാറ്റം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. അതിന് ഇറാൻ മുതിരുന്നില്ല. മാത്രമല്ല അണ്വായുധം നിർമ്മിക്കും, അല്ലെങ്കിൽ അതിൽ നമ്മൾ പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ പലപ്പോഴും പോയി. അതിൽ നെഗോഷിയേഷൻ ചർച്ചകൾ നടന്നു, അതിലൊന്നും ഒരു തീരുമാനമാകുന്നില്ല. ഇപ്പോൾ വീണ്ടും അറ്റാക്കിലൂടെ ആക്രമിച്ചവരെ കീഴ്പ്പെടുത്തുക എന്ന രീതിയിലേക്ക് വരുന്നു. പക്ഷെ അപ്പോഴും ആവശ്യം ഈ റെജീം ചേഞ്ച് ആണ്. അതും ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ ഒരു രാജ്യത്ത് പോയും അത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാക്കി ഒരു മികച്ച രീതിയിലേക്ക് ആ രാജ്യത്തെ മാറ്റിയെടുക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അമേരിക്ക എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വല്ലാത്ത പ്രതിസന്ധി. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ 10-20 വർഷം ചെയ്തു. അവിടെ അരാജകത്വം ഉണ്ടാക്കി, അവിടെ പട്ടിണി ഉണ്ടാക്കി, അവിടെ ഒരു തരത്തിലും ജനങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടി. UN തന്നെ പറഞ്ഞത് അല്ലാതെ തന്നെ 50% പേർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥയാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ അവിടെ മിസൈൽ വെച്ച് ആക്രമണം നടക്കുന്നത്. ലിബിയയിൽ ഗദാഫിയെ തീർക്കാൻ അമേരിക്കൻ ഭരണകൂടമാണ് രംഗത്തത്. ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബറാക്ക് ഒബാമ തന്നെ പറഞ്ഞു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഗദാഫിയെ ഇറക്കി വിട്ടു. ലിബിയ സമ്പന്നമായ രാജ്യമായിരുന്നു, അവിടെ അരാജകത്വമായി ലിബിയ വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോയി. ഇറാഖിൽ സദാം ഹുസൈനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു സെക്യുലറായിട്ട് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവിനെ പിടികൂടി അവിടെ രാസായുധമുണ്ടെന്ന് പറഞ്ഞ് അവിടെ അവസാനം അദ്ദേഹത്തെ വലിച്ചഴച്ച് കൊണ്ടുപോയി തൂക്ക് കയറ് കൊടുത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പിന്നെ ഇറാഖിൽ ഭരിച്ചതാരാണ്? ഇസ്ലാമിക സ്റ്റേറ്റ്, അവിടുത്തെ തീവ്രവാദികൾ. അവരെ പിന്നെ ഒടുക്കാനായി പിന്നെ ഏറ്റുമുട്ടൽ. ഈ രീതിയിൽ അമേരിക്ക എവിടെ ഭരണമാറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കുട്ടിച്ചോറാക്കി അരാജകത്വം ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ട്രംപിനെ പോലൊരു ഭരണാധികാരി ഭാവിയിൽ ഒബാമയെ പോലെ പറയേണ്ടി വരും, ഞങ്ങൾ കാണിച്ചത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അമേരിക്കയാണോ ഇതിൽ അവസാന വാക്ക് പറയേണ്ടത്? ഓരോ രാജ്യത്തിലെയും ഭരണാധികാരികളെ മാറ്റാൻ അവിടുത്തെ ജനങ്ങളുണ്ട്, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള അപ്പുറത്തേക്ക് ഒരു യുദ്ധത്തിലൂടെ ആൾക്കാരെ, നേതാക്കളെ പിടിച്ചു മാറ്റി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടത്തെ കൊണ്ടുവരുന്ന വളരെ ഏകാധിപത്യപരമായൊരു ശൈലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല അന്തർദേശീയ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി ഇടപെടുക എന്നുള്ളത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന മനാമയിലെ ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. അവിടെ ജനങ്ങൾ പകർത്തിയ, ജനവാസ മേഖലയിലെ ആക്രമണമാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ പകർത്തിയ, തൊട്ടടുത്തുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.